നമസ്കാരം, ഭാരത് ദേവിലേക്ക് സ്വാഗതം. രാജേഷ്, ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ BJP-യിൽ ചെറിയ പ്രതിസന്ധി ഉടലെടുക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നു. അത് ക്രിസ്ത്യൻ വിഭാഗങ്ങളിലേക്കുള്ള അതെ ഔട്ട്റീച്ച് പദ്ധതി പാളുന്നു. ഷോൺ ജോർജും PC ജോർജും ചില പ്രസ്താവനകളുമായി വരുന്നു. എന്നാൽ PC ജോർജ് മയപ്പെട്ടില്ലെങ്കിലും ഷോൺ ജോർജ് പിന്നീട് മയപ്പെടുന്നു. BJP-യിലെ സുരേഷ്, നമുക്കറിയാം, സംഘടനാ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം പറയുന്നത് ഏറ്റവും വലിയ ക്രൈസ്തവ പാർട്ടി എന്ന് BJP ആണ് എന്നാണ്. കടന്ന കൈയായി പോയി. അതെ. അപ്പോ പക്ഷെ ഷോൺ ജോർജ് അല്പം മയപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ സുരേഷിന്റെ പ്രസ്താവനയൊക്കെ ആയിരിക്കാം ഷോൺ ജോർജിനെ മയപ്പെടുത്തിയത് എന്നും തോന്നുന്നു. എന്തു തോന്നുന്നു ഈ അവസ്ഥയിൽ? എന്താണ് ഇപ്പോഴത്തെ ഒരു ഈ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് കേട്ടിട്ടില്ലേ? അതേ അവസ്ഥയാണ് സഭയ്ക്ക് ഷോണിനോടും PC ജോർജിനോടും ഉള്ളത്. PC ജോർജും മകൻ ഷോൺ ജോർജും BJP-യിലേക്ക് വന്നത് തന്നെ അവർക്ക് വേറെ പാർട്ടിയിലേക്ക് പോകാൻ ഗതിയില്ലാത്തതുകൊണ്ടല്ല. പക്ഷെ അവരെ കൊണ്ട് BJP-ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ക്രിസ്ത്യൻ ഔട്ട്റീച്ച്. അവർക്കും ലക്ഷ്യമുണ്ടായിരുന്നു. അതെ, അവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അവരവരുടെ കർത്തവ്യം കൃത്യമായി ഏതാണ്ട് ഒരു നല്ല വൃത്തിയും പരിവട്ടത്തോടും കൂടി അവരുടെ കർത്തവ്യം ഏതാണ്ട് നടപ്പാക്കി. പക്ഷെ ഇനി തീരുമാനമെടുക്കേണ്ടത് സഭയായിരുന്നു. പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട്, മാർ ജോസഫ് കല്ലറങ്ങാട്ട്, പിന്നെ സിറോ മലബാർ സഭയുടെ കാക്കനാട്ടെ ആസ്ഥാനത്തുള്ള തീരുമാനം. അപ്പോൾ ഇവിടെ ഷോൺ ജോർജിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ക്രൈസ്തവ ലൈസൺ വർക്കിന്റെ സ്റ്റേറ്റ് ചുമതലക്കാരനായിട്ടാണ്. ഈ ഒരു പോസ്റ്റിൽ നിന്നുകൊണ്ടാണ് ഷോൺ ജോർജ് വിമർശിച്ചത്. എന്താണ് കാര്യം? 9-ാം തീയതി വോട്ടിംഗ് കഴിഞ്ഞു. വോട്ട് കിട്ടിയിട്ടില്ല. കണക്കുകൾ കൈ കിട്ടിയപ്പോൾ മനസ്സിലായി സ്വന്തം സഭക്കാർ പോലും തങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല. അപ്പം ജയിക്കുക എന്നതിലുപരി സഭയിൽ തങ്ങൾ ഒന്നുമല്ലാതായി പോയി എന്നൊരു തോന്നൽ PC ജോർജിനും ഷോൺ ജോർജിനും ഉണ്ടായി. ഷോൺ ജോർജ് എന്നത് പക്വതയുള്ള ചെറുപ്പക്കാരനാണ്. ആ ഓരോ വാക്കിലും നമുക്ക് അനാവശ്യമായ ഒരു പദപ്രയോഗമോ എതിരാളിക്കെതിരെ അസഭ്യ വർഷമോ തൊങ്ങലോ പൊടിപ്പും തൊങ്ങലോ ഒന്നുമില്ലാതെ കാര്യം കൃത്യമായി പറയുന്ന ആ ഷോൺ ജോർജ് വളരെ കൃത്യമായി സഭയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇങ്ങനല്ല, ഇതല്ല, നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദീപിക പത്രം വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റാരുടെ അഭിപ്രായമാണ്. വ്യക്തമായി പറഞ്ഞാൽ KC വേണുഗോപാൽ എഴുതി വിടുന്ന മുഖപ്രസംഗമാണ് ദീപിക പത്രത്തിൽ വരുന്നത്. അതാണ് ഏറ്റവും വലിയ അടിയായത് PC ജോർജിനും ഷോൺ ജോർജിനും. ഒപ്പം ആ മധ്യ തിരുവിതാംകൂർ മേഖലയിലെ BJP-യുടെ മറ്റ് സ്ഥാനാർത്ഥികൾക്കെല്ലാം ഇത് ഇമ്പാക്ട് വന്നിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും വോട്ട് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താകും? അതാണ് ഷോൺ ജോർജ് എടുത്തു പറഞ്ഞത്. പക്ഷെ ഷോൺ ജോർജ് എന്ന അല്ലെങ്കിൽ ആ അച്ഛനും മകനും ലക്ഷ്യമിട്ട ക്രൈസ്തവ വോട്ടുകൾ കാര്യമായ രീതിയിൽ വന്നിട്ടില്ല. പിന്നെ അതിനൊരു കാരണവും അവർ പറയുന്നുണ്ട്, FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു പ്രശ്നമാണ് എന്നാണ് അവസാന ഘട്ടത്തിൽ അവർക്ക് പറയാനൊരു കാരണമുണ്ട്. പക്ഷെ ഇത് മുൻകൂട്ടി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിലെ പ്രശ്നം ഉണ്ടായപ്പോഴും, അതായത് കേന്ദ്ര സർക്കാരിന് കേരളത്തിൽ BJP-ക്ക് ഒരു എന്തെങ്കിലും എഡ്ജ് കിട്ടണമെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ മുൾമുനയിൽ നിർത്തി സാധിക്കാമെന്നൊരു തോന്നൽ കേരളത്തിലെ സഭകൾക്കുണ്ടോ എന്ന സംശയമുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖറും സത്യത്തിൽ BJP നേതൃത്വവും അങ്ങനെ തന്നെ കേന്ദ്ര സർക്കാരിനെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഛത്തീസ്ഗഡ് വിഷയം ഉണ്ടായ സമയത്ത് ഒരു കാരണവും കൂടാതെ, ഛത്തീസ്ഗഡിൽ ഒരു സർക്കാരുണ്ട്, അവരുടെ പരമാധികാരത്തെ, ആ സംസ്ഥാനത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ ഫെഡറൽ സംവിധാനങ്ങൾ കടന്നു കയറിക്കൊണ്ടാണ് ഇവിടെ നിന്ന് പോയി അവിടെ കസ്റ്റഡിയിലെടുത്ത കന്യാസ്ത്രീയെ മോചിപ്പിക്കണം, അവരൊന്നും ചെയ്തിട്ടില്ല, അവർ പാവങ്ങളാണെന്ന് പറയുമ്പോൾ ഛത്തീസ്ഗഡിലെ സർക്കാർ എടുത്ത തീരുമാനങ്ങളും നയപരിപാടികളും നടപടികളും തെറ്റായിരുന്നു എന്ന രീതിയിൽ പോലും പ്രചരിപ്പിക്കപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുന്നു. നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഉറപ്പ് തന്നിട്ടുണ്ട്, ജാമ്യം കിട്ടുമെന്ന് പറയുന്നു. നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വാചകങ്ങൾ പറയുന്നു. യഥാർത്ഥത്തിൽ 4 വോട്ടിന് വേണ്ടി ഈ അനൂപ് ആന്റണിയും രാജീവ് ചന്ദ്രശേഖറും അടക്കമുള്ളവർ കാട്ടിക്കൂട്ടുന്നത്, അതിനൊപ്പം നിൽക്കുന്ന, അതെ, കേന്ദ്രത്തിന്റെ അനുമതി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷെ ഇവിടെ നിന്നും പറയുന്നത്, ഇവിടെ ഇപ്രാവശ്യം വലിയ മലമറിച്ചേക്കാം, അതുകൊണ്ട് ഒന്നും ചെയ്യരുതെന്ന് പറയുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു. പക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്തവരാണ് അനൂപ് ആന്റണിയും രാജീവ് ചന്ദ്രശേഖറും. നമുക്കറിയാം അവര് ഡേറ്റകളുണ്ട്, ഒരുപക്ഷെ ഡേറ്റകൾ ഉണ്ടായിരിക്കാം, ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും രാഷ്ട്രീയത്തെ കുറിച്ച് അറിവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അത് അറിയേണ്ട ഒരാളാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സുരേഷിന് അറിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. തിരുവനന്തപുരത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള കഴിവോ കാര്യപ്രാപ്തിയോ ഒന്നുമില്ലാത്ത ഒരാളാണ് സുരേഷ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതിനെക്കുറിച്ച് അത് പണ്ടും അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി നിന്ന് സമരം ചെയ്യാൻ പണ്ടും
സമരം ചെയ്യാൻ കൊള്ളാവുന്ന ഒരു നേതാവാണെന്നതിനപ്പുറത്തേക്ക് ബൗദ്ധിക കാര്യങ്ങളിലോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു സംഘടനാപരമായ കാര്യമോ കൊണ്ടുപോകാൻ കഴിയാൻ അറിവില്ലാത്ത ആളാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് എനിക്ക് വ്യക്തമായി അറിയുന്ന ഒരാൾ കൂടിയാണ് സുരേഷ്, അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അവിടെയും ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് അറിവുള്ളവർ, ഇപ്പോൾ സെൻകുമാർ സാർ പറയുന്നുണ്ട്, സെൻകുമാർ സാറിന്റെ കാല് പിടിച്ച് ഇലക്ഷൻ ടൈം വരെ മിണ്ടരുതെന്ന് പറഞ്ഞിരുന്നു എന്ന് കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. 3 മാസത്തേക്ക് അങ്ങനെയല്ലല്ലോ, ഒരാളെ മിണ്ടാതിരുത്തുക എന്നതിനപ്പുറത്തേക്ക് ആ പറയുന്ന കാര്യങ്ങളിൽ ശരിയുണ്ടോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണെങ്കിൽ ഉൾക്കൊള്ളുകൊണ്ട് മുന്നോട്ട് പോവുക എന്നല്ലേ ചെയ്യേണ്ടി. ഒരു വ്യക്തി വിമതനായി മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ട്. പക്ഷെ വിമത ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ എല്ലാരും സെൻകുമാർ സാറിനെ വിമതൻ എന്ന് പറയുന്നത് ഇവർ ഔദ്യോഗികമായതുകൊണ്ട് വിമതൻ എന്ന് പറയാമെന്നല്ലാതെ സംഘടനയെ കുറിച്ച് ഗൗരവകരമായി ചിന്തിക്കുന്ന, സംഘടനയുടെ മുന്നോട്ട് പോക്കിന് നല്ലതെന്ന് ചിന്തിക്കുന്ന ആ കാര്യങ്ങളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവരെ വിമത സ്വരം ഉയർത്തുന്നു അവിമത സ്വരം ഉയർത്തുന്നു എന്ന് വരുത്തി തീർക്കാൻ ഈ BJP നേതൃത്വത്തിന് വലിയ ഒരു താല്പര്യമുണ്ട്. അതൊരു വലിയ കഴിവ് തന്നെയാണ്. കാരണം ആരെങ്കിലും അവർ പറയുന്നത് യാഥാർത്ഥ്യമായിരിക്കും, പക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് BJP നേതൃത്വം ഒരടി മുന്നോട്ട് പോകാൻ കഴിയാത്തത്. അതിന് വ്യക്തമായ തെളിവുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ തിരുവല്ലയിൽ നിന്നൊരു വലിയൊരു പ്രസ്താവന നടത്തി. ഇത് അനൂപ് ആന്റണി 5 വർഷമായി എന്റെ കൂടെ ഡൽഹിയിലുണ്ട്, രാജ്യമൊട്ടുക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം വളരെ നിശബ്ദനായൊരു പാർട്ടി പ്രവർത്തകനാണ്. അതിന്റെ അർത്ഥം കേരളത്തെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ്. അതെ, പ്രധാനമന്ത്രി തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ എന്ത് വോട്ട് നഷ്ടപ്പെടുത്തി കാണും പ്രധാനമന്ത്രി. ആ ഒരു വാക്കുകൾ 5 കൊല്ലം കൊണ്ട് എന്റെ കൂടെ ഉണ്ട്, നാഷണൽ പൊളിറ്റിക്സിലാണ്, അപ്പൊ ഇവിടേക്ക് കെട്ടി ഇറക്കിയതാണ്. അത് തന്നെ ഏറ്റവും സത്യത്തിൽ ഈ നാഷണൽ പൊളിറ്റിക്സിലുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പൊ അമിത്ഷാ അടക്കമുള്ളവർ, അമിത്ഷായ്ക്കൊക്കെ രാഷ്ട്രീയം അറിയാം, പക്ഷെ നാഷണൽ പൊളിറ്റിക്സിൽ പോയി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കുറച്ചു കാലം അമിത്ഷായുടെ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ എന്താണ് ഇവരുടെയൊക്കെ ഒരു പ്രൊഡക്ടിവിറ്റി, അല്ലെങ്കിൽ എന്താണ് ഇവർ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതെന്നും ഒരു സുപ്രഭാതത്തിൽ കേരളത്തിലേക്ക് അനൂപ് ആന്റണി വരുമ്പോൾ അനൂപ് ആന്റണി കുറെ ആൾക്കാരുമായി വരുന്നു. PR ഏജൻസികൾ, എനിക്ക് തോന്നുന്നു അനൂപ് ആന്റണിക്ക് തന്നെ സ്വന്തമായ ഒരു PR ഏജൻസി ഉണ്ടെന്ന്. ആ PR ഏജൻസി വെച്ച് പ്രൊമോട്ട് ചെയ്യുന്നു, മാധ്യമങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, എനിക്ക് തോന്നുന്നു ഒരു സാധാരണഗതി എന്റർടൈൻമെന്റ് അറിയാമല്ലോ, സാധാരണ വാർത്തകൾ പോലെയല്ല എന്റർടൈൻമെന്റ്. വാർത്താ ചാനലുകൾ കാണുന്നതിൽ കൂടുതൽ ആൾക്കാർ എന്റർടൈൻമെന്റ് കാണും. കാരണം കുടുംബ പശ്ചാത്തലവും ഇക്കിളിപ്പെടുത്തുന്ന ചോദ്യങ്ങളും തമാശ ചോദ്യങ്ങളും കുലുങ്ങിച്ചിരികളും കളികളും ചിരികളും ഒക്കെ കാണാനുള്ള താല്പര്യമുള്ള എല്ലാവരും ഈ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വാർത്തകൾ കാണും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എന്റർടൈൻമെന്റ് ചാനലുകളിൽ വന്നിരുന്നല്ല നേതാക്കന്മാരാവേണ്ടത് എന്നുള്ളതാണ്. എന്റർടൈൻമെന്റ് ചാനലിൽ വന്നതിന് 2 ഇന്റർവ്യൂ കൊടുത്തുകൊണ്ട് 4 പേര് അറിയുന്നത് കൊണ്ട് യാതൊരു ഗുണവുമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് അതിന് യാതൊരു പ്രസക്തിയില്ല. കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള, ഇപ്പോ KG മാരാരെ ആണെങ്കിലും അതിനുശേഷം ഉണ്ടായ PP മുകുന്ദനാണ്. PP മുകുന്ദൻ ഒരു സത്യത്തിൽ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. സാധാരണഗതിയിൽ ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സംഘടനയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അതിനപ്പുറത്തേക്ക് ഒരു ഇന്റർവ്യൂ പോലും നൽകാത്ത ഒരാളാണ്. പക്ഷെ PP മുകുന്ദനെ കേരളം അറിയുന്നത് പോലെ കേരളത്തിലെ ഏതെങ്കിലും BJP നേതാക്കളെ, ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വങ്ങൾ അറിയുന്നുണ്ടോ? O രാജഗോപാൽ. അത് ഞാൻ പറയുന്നത്, അവരാരും ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലോ റീൽസിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെ താരമായതോ തരംഗമായതോ അല്ല. ഇപ്പോ സത്യത്തിൽ നേതാക്കന്മാരാകാൻ ഇവർ ചെയ്യുന്ന ഒരു കുറുക്കു വിദ്യ, ഈ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുക, അതും എന്റർടൈൻമെന്റ് ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുക. അപ്പൊ എന്റർടൈൻമെന്റ് ചാനലുകാരുടെ കാലം കഴിഞ്ഞു. കാരണം അവർക്ക് പണം. അതെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മോഹൻലാലുമായി നടത്തിയ ഇന്റർവ്യൂവിനെ കളിയാക്കിയവരാണ്. പിന്നെ ഇവർക്ക് മോഹൻലാലിനെ കിട്ടിയില്ല, അതുകൊണ്ട് സുജിത് ഭക്തൻ കൊടുത്തു. അതെ, BJPക്കാർക്ക് എന്റർടൈൻമെന്റ് ചാനലുകൾ ഇവർ മോഹൻലാലിനെ ഒന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കും വീണ മുകുന്ദനെ വെച്ചിട്ടായിരുന്നു ഇന്റർവ്യൂ നടത്തിയത്. ഞാൻ മനസ്സിലാക്കുന്നത് 1 ലക്ഷം രൂപയും GSTയുമാണ് അവർ ഇന്റർവ്യൂവിന് ഈടാക്കുന്നതെന്നാണ്. സത്യത്തിൽ വാർത്ത ചെയ്യാൻ അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയും, അതായത് ഇലക്ഷൻ വരെ പൈസ കൊടുത്താൽ അവർ ഇന്റർവ്യൂ ചെയ്യും. ഇനിയൊന്ന് പോട്ടെ, ഇനി പോയാൽ തിരിഞ്ഞടിക്കും. ഇനി സാധാരണ വാർത്ത ചെയ്യുന്ന മാധ്യമങ്ങൾ തന്നെ വേണം ഇവരെ പ്രശസ്തിയിലെത്തിക്കാനും ഇവരെ കുറിച്ച് വാർത്ത ചെയ്യാനും സംഘടനയെ കുറിച്ച് പറയാനും ഒക്കെ ഇനി മറ്റുള്ള മാധ്യമങ്ങൾ വേണം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെയുള്ള മാധ്യമങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട്, പരമ്പരാഗതമായ മാധ്യമങ്ങളെ, വാർത്ത ചെയ്യുന്ന മാധ്യമങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായി വാർത്ത ചെയ്തിരുന്ന BJP ഒരു സാധാരണഗതിയിൽ ഇപ്പം അറിയാലോ, ഓൺലൈൻ മീഡിയകളിൽ BJP, CPM, കോൺഗ്രസിനെയൊക്കെ അനുഭാവം ഉള്ള ആൾക്കാർ നടത്തുന്ന പല ചാനലുകളുമുണ്ട്. അപ്പോൾ ആ BJP അനുകൂല മാധ്യമങ്ങളെ ആയിരുന്നില്ല അവർക്ക് വേണ്ടത്, മറ്റ് മാധ്യമങ്ങളെ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് എതിര് പറയുന്ന മാധ്യമങ്ങളെ ആയിരുന്നു അവർക്ക് അവരെ സമാധാനിപ്പിച്ച് നിർത്ത പണം കൊടുത്ത്. അവർ ചെയ്തത് എങ്ങനെയാണെന്നറിയോ? പല മാധ്യമങ്ങൾ ഇവർക്ക് BJPക്കാർ പിന്നെ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് വാർത്ത കേൾക്കില്ല, വായിക്കില്ല,
പുസ്തകം വായിക്കില്ല, ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യില്ല, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവസാന ലാപ്പിലെത്തുമ്പോൾ, അവസാനത്തെ ആഴ്ചയാണ് ഒരു വോട്ടർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന ദിവസങ്ങൾ. അവിടെ മർമറിംഗ് ക്യാമ്പയിനുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഗുണം ചെയ്യുക. അവസാന ലാപ്പിൽ എല്ലാ ചാനലുകാരും ഇവരോട് BJP അനുഭാവികളാണെന്ന് തോന്നിയിരുന്ന ഏതാണ്ട് വലിയ പ്രഗത്ഭരെന്ന് അവർ പറഞ്ഞിരുന്ന പല ചാനലുകളും അവസാന ലാപ്പിൽ കളി മാറ്റി, വാർത്ത മാറ്റി. അവസാനം കോൺഗ്രസിനാണ് മുൻതൂക്കമെന്ന് പറഞ്ഞു. പല മണ്ഡലങ്ങളിലും BJPയുടെ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലങ്ങളിലും നേരിട്ടുള്ള ഫൈറ്റ് നടക്കുന്ന മത്സരങ്ങളിലും അവിടെയും BJPക്ക് സാധ്യത കുറവാണെന്ന് പറഞ്ഞു. അത് ഒന്നും BJP വിലയിരുത്തുന്നത് നന്നാവും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അതായത് നിർണായക ഘട്ടങ്ങൾ, ഇപ്പൊ ശോഭാ സുരേന്ദ്രന്റെ പ്രശ്നം ഉണ്ടായ സമയത്ത് അതുവരെ ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന എല്ലാവരും ശോഭാ സുരേന്ദ്രന് ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ആ യാഥാർത്ഥ്യങ്ങൾ പോലും മനസ്സിലാക്കാതെ, യാഥാർത്ഥ്യങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്, യാഥാർത്ഥ്യങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാതെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടായി. അവിടെ പരമ്പരാഗതമായി സംഘപരിവാർ സംഘടനകളെ അനുകൂലിച്ചിരുന്ന ആൾക്കാരല്ലാതെ മറ്റാരെയും അവിടെ കണ്ടില്ല. പക്ഷെ കോടിക്കണക്കിന് രൂപ പലരും വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ അറിവ്. പല മാധ്യമ സ്ഥാപനങ്ങളും കോടിക്കണക്കിന് രൂപ പരസ്യത്തിന്റെ പേരിലും മറ്റുള്ള പേരിലും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. ഏതായാലും അത് എത്രത്തോളം ഗുണം ചെയ്തു എന്ന് BJP വിലയിരുത്തട്ടെ. വിലയിരുത്തിയാൽ അവർക്ക് തന്നെ നല്ല. പക്ഷെ വിലയിരുത്താൻ പറ്റിയ ബോധവും വിവരവും ഉള്ളവർ അവിടെ ഉണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിഷയം ബന്ധപ്പെട്ട് അങ്ങനെ ചിന്തിക്കാനും കഴിയില്ല. വിലയിരുത്തുമെന്നോ നാളെ അതൊരു ചർച്ചാ വിഷയമാകുമോ എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2029 വരുമ്പോൾ മാത്രമേ അടുത്ത ഘട്ടത്തെ കുറിച്ച് ആലോചിക്കുള്ളൂ, വാർത്തയെ കുറിച്ച് ആലോചിക്കുള്ളൂ. പിന്നെ ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വലിയ സജീവമാണ്, ആരും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഏതെങ്കിലും സാമൂഹ്യ വിഷയങ്ങൾ BJP അഭിപ്രായം പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വികസനം ശരിയാണ്, വികസനത്തോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യണ്ടേ? കേരളത്തിലുണ്ടാകുന്ന അഴിമതികളെ ചർച്ച ചെയ്യണ്ടേ? ഞാൻ ഒന്നും മിണ്ടില്ല, ഞാൻ വികസനം മാത്രമാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുവരെ ഉണ്ടായിരുന്ന വികസനം പറയണം, ചർച്ച ചെയ്യേണ്ട പ്രധാന വിഷയം തന്നെയാണ്, ഇല്ല എന്നല്ല. പക്ഷെ അതോടൊപ്പം സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളെയും അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരു സെക്കൻഡറി ലെവൽ നേതാക്കൾ ഇല്ല എന്നുള്ളതാണ്. ഇല്ല, സെക്കൻഡറി ലെവൽ നേതാക്കൾ എന്ന് പറഞ്ഞ് വളർത്തിയെടുക്കുന്നത് പലരുടെയും പിണിയാളുകളെയാണ്. ആരും കഴിവും കാര്യപ്രാപ്തിയുമുള്ള ആരെയും ഒരു പാർട്ടിയിലും നിർത്തില്ല എന്നുള്ളതാണ് ഏറ്റവും, എല്ലാ പാർട്ടിയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. രണ്ടാം നിര നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ പണ്ടുണ്ടായിരുന്ന ആരെങ്കിലും ഒക്കെ വിവരവും ബോധമുള്ളവരുണ്ടായിരുന്നിരിക്കാം. അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വളർന്നു വരുന്ന നേതാക്കന്മാർ കുറവാണ്. ഞാൻ അതിൽ നിന്നൊരു വ്യത്യാസം കണ്ടത്, എത്രത്തോളം അത് മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. കുറച്ച് കാര്യഗൗരവത്തോടെ കാര്യപ്രാപ്തിയോടെ ആണുങ്ങളെ പോലെ ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന പുരുഷന്മാരെക്കാൾ ഏറെ ഭംഗിയായി സംസാരിക്കുകയും ഏറെ ഭംഗിയായി വിഷയങ്ങൾ അപഗ്രഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടത് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറഞ്ഞ CPI നേതാവായിരുന്നു. അവരിപ്പോ കോൺഗ്രസിലേക്ക് വന്നു. പക്ഷെ കോൺഗ്രസിലായതുകൊണ്ട് എത്രത്തോളം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നറിയില്ല. കോൺഗ്രസിലെന്നല്ല, BJPയിലാണെങ്കിലും കഴിവുള്ളവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അത് വേറൊരു അവസ്ഥയാണ്. അപ്പൊ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അറിയില്ല. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്നു വന്ന ഒരേ ഒരാളാണ്, ഒരു പ്രതീക്ഷ നൽകുന്ന രാഷ്ട്രീയ നേതാവ്, കൊണ്ടും പ്രതീക്ഷ നൽകുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മയാണ്. വേറെ ആരെയും ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇവിടെ BJPയുടെ കാര്യം നോക്കിയാൽ ഷോൺ ജോർജ് നല്ല നേതൃനിരയിലേക്ക് കടന്നു വരേണ്ട ഒരാൾ തന്നെയായിരുന്നു. മറ്റിപ്പോ അനൂപ് ആന്റണിയെക്കാളും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് കഴിവുള്ള ഒരുപടി മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയം സംസാരിക്കാൻ അറിയുന്ന, വ്യക്തമായ കാര്യങ്ങൾ പറയാൻ അറിയുന്ന ഒരാൾ തന്നെയാണ് ഷോൺ ജോർജ് എന്ന കാര്യത്തിൽ സംശയം. കാര്യങ്ങളിൽ ചാടിയിറങ്ങുമ്പോൾ ഷോൺ ജോർജ് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത് BJP അതിനെ സപ്പോർട്ട് ചെയ്യില്ല. PC ജോർജിനെ നമ്മൾ ഉപദേശിക്കാൻ നമ്മൾ ആരുമല്ല. പക്ഷെ ഷോൺ ജോർജ് എന്ന ചെറുപ്പക്കാരന് നമുക്ക് കുറച്ചുകൂടി രാഷ്ട്രീയ ഭാവി ഉണ്ടാകും. പക്ഷെ അതുക്കും മേലെയാണ് സഭയെന്ന് ഷോൺ ജോർജ് കൂടി അറിഞ്ഞിരിക്കണം, സ്വന്തം സമുദായം. BJPയിലെ ഈ സഭയ്ക്ക് വേണ്ടിയൊക്കെ നിൽക്കുന്ന പണ്ടത്തെ BJPയുടെ ആറ്റിറ്റ്യൂഡാണ് ഇപ്പൊ ഷോൺ ജോർജ് പറഞ്ഞത്. പക്ഷെ ഇപ്പോ സഭാ നേതാക്കന്മാരുടെ മുട്ടിലെഴിയുന്ന BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോ സഭയാണ് വലിയ കാര്യം എന്നുള്ളത് കൊണ്ടാണ് ഷോണിനത് പ്രശ്നമായത്. നേരത്തെ ഉണ്ടായിരുന്ന BJP നേതൃത്വവും BJPയുടെ രീതിയും സ്ട്രാറ്റജിയും ഒക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോ എനിക്കറിയില്ല, ഞാൻ ഇന്നും പറയുന്നുണ്ട്, ഇതിനു മുമ്പ് കന്യാസ്ത്രീകളുടെ വിഷയമുണ്ടായപ്പോഴും ഛത്തീസ്ഗഡിലെ വിഷയമുണ്ടായപ്പോഴും ഞാൻ പറഞ്ഞതാണ്, ഈ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഏതെങ്കിലും ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ഈ വോട്ടുമായി ബന്ധപ്പെട്ട് കേട്ടോ, ബാക്കിയുള്ള കാര്യത്തിൽ പറയാൻ കഴിയില്ല. പക്ഷെ വോട്ടുമായി ബന്ധപ്പെട്ടൊക്കെ വിശ്വസിക്കാൻ കഴിയാത്തൊരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ക്രൈസ്തവ സമൂഹത്തെയാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലുള്ളവർ പലരും BJPയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയും പ്രശ്നമാകുന്നത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ രാഷ്ട്രീയമാണ്. ജനങ്ങളെ പറഞ്ഞുകൂടാ, അവിടുത്തെ സഭയിലുള്ള ആൾക്കാരെയല്ല ഞാൻ പറയുന്നത്,
ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. കാരണം അവർ ഈ മതപരമായ വിഷയങ്ങൾ ഇടപെടുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം കളിക്കുന്നവരാണ്. പലർക്കും പലതരത്തിലുള്ള ബിസിനസ്സുകളുണ്ട്. FCRI വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം സഭാപിതാക്കന്മാരുടെ പല ബിസിനസ്സുകളും ഈ FCRI ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ബിസിനസ്സുകളും മറ്റും പിടിക്കപ്പെടുമെന്നുള്ളത് കൊണ്ടാണ്. ആ പേടിയിലാണ് ഇപ്പോ എല്ലാവരും കൂടി കോൺഗ്രസ് വരട്ടെ എന്ന് തീരുമാനിച്ചത്. കേരളത്തിൽ പക്ഷെ കോൺഗ്രസ് വന്നുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കേന്ദ്രത്തിൽ എന്ത് ചെയ്യാനാണ് കേരളത്തിൽ കോൺഗ്രസ് വന്നിട്ട്? അപ്പൊ അതുകൊണ്ട് ആ ചെയ്ത പ്രവർത്തികൾ, അതായത് ഇപ്പോ രാഹുൽ ഗാന്ധി പോലും കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടു, പ്രധാനമന്ത്രിയുടെ മുന്നിൽ പോയി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാനില്ല. അത് തന്നെയാണ് ഷോൺ ജോർജ് പറഞ്ഞത്. ഷോൺ ജോർജ് പറഞ്ഞത് നിങ്ങൾ FCRIയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ KC വേണുഗോപാലിനെ കണ്ടോളൂ, KC വേണുഗോപാൽ എന്ത് ചെയ്യുന്നു എന്ന് അറിയാമല്ലോ എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത്. ഷോൺ ജോർജ് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പക്ഷെ അത് BJPക്ക് എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. ഏതായാലും ഈ പ്രശ്നത്തിൽ, ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാവുന്നത് ഒരുപക്ഷെ BJP തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹൈന്ദവ വിഭാഗങ്ങളിലുള്ളവർ, BJPയുടെ ബേസ് വോട്ട് ഹൈന്ദവ വിഭാഗത്തിലുള്ളവരാണ്. അവർ പലരും പ്രതിരോധവുമായി മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് വളരെ കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കുകയും ചെയ്യണം എന്നുള്ള ആ നിലപാട് നടക്കില്ല. അത് കക്ഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്യും, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനും പറ്റില്ലാത്ത നിലപാടിലാണ് BJP എന്നുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്.